നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമായി. സമരം അവസാനിപ്പിക്കണമെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ CJP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘങ്ങൾ ഉറച്ചുനിന്നു. തുടക്കത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ സമരം ശക്തമായതോടെ കേന്ദ്ര സർക്കാർ സാഹചര്യം വിലയിരുത്തി നടപടി സ്വീകരിക്കുകയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ രാഷ്ട്രപതി രാജി അംഗീകരിച്ചു. തുടർന്ന് കർണാടകയിലെ ധാർവാഡ് മണ്ഡലത്തിൽ നിന്നുള്ള 5 തവണ ലോക്സഭാ അംഗമായ പ്രഹ്ലാദ് ജോഷിയെ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നിയമ ഭേദഗതിയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരിഷ്കാരങ്ങളുമാകാം പുതിയ മന്ത്രിയുടെ ആദ്യ നടപടികളെന്നാണ് റിപ്പോർട്ടുകൾ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ CJP നേതാക്കളും കേന്ദ്ര സർക്കാർ പ്രതിനിധികളും തമ്മിൽ ചർച്ച നടന്നു. ജന്തർ മന്ദറിൽ 50 ദിവസമായി നടന്ന സമരം അവസാനിപ്പിക്കാനും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പലതും അംഗീകരിക്കാനും ധാരണയായി. അതേസമയം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് CJP അറിയിച്ചത്. സമരം അവസാനിച്ചതിന് പിന്നാലെ CJPക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി അറിയിച്ച് അഭിജിത്ത് ജീപ്കെ വീഡിയോ സന്ദേശം പുറത്തിറക്കി. ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, സമരം ചെയ്യാൻ അറിയില്ലെന്ന് പലരും പരിഹസിച്ചു. വിമർശകർക്കും പിന്തുണച്ചവർക്കും നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. എന്നാൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ ഉദ്ദേശ്യം വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെക്കാൾ കേന്ദ്ര സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുകയും അധികാരം പിടിക്കാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് പ്രതിപക്ഷം സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇത് BJPയുടെ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. വിദ്യാർത്ഥികളുടെ വികാരം മാനിച്ച് മന്ത്രി മാറാൻ തയ്യാറായ സർക്കാർ അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് സ്വന്തം കൈവശം തന്നെ നിലനിർത്തി മറ്റൊരു മുതിർന്ന BJP നേതാവായ പ്രഹ്ലാദ് ജോഷിയെ നിയമിച്ചു. അതോടെ പ്രതിഷേധം ശമിപ്പിക്കാനും ഭരണപരമായ തുടർച്ച ഉറപ്പാക്കാനും BJPക്ക് സാധിച്ചു. സമരക്കാരുടെ ആവശ്യം ഭാഗികമായി അംഗീകരിച്ചെന്ന സന്ദേശം നൽകുന്നതിനോടൊപ്പം ഭരണത്തിന്റെ നിയന്ത്രണം കൈവിടാതെയും പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ പാർട്ടിക്ക് കഴിഞ്ഞു.